പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിലുള്ള ഈമാനോടൊപ്പം ളുൽമിനെ കലർത്താത്ത ആളുകൾ, അത്തരം ആളുകൾക്ക് നിർഭയത്വം, അമ്ന് ലഭിക്കുമെന്നും അവരാണ് നേർമാർഗം പ്രാപിച്ചവരെന്നും സൂറ അൽ അൻആമിൽ പറയുന്നുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും. ഈമാനുള്ള ആളുകൾ എങ്ങനത്തെ ഈമാനുള്ളവരാണ്? അവരുടെ ഈമാനോടൊപ്പം അവർ കലർത്തുന്നില്ല ളുൽമിൻ, ഒരു ളുൽമിനെയും കലർത്തുന്നില്ല. ഉലായിക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗികൾ. ഈമാന്, അമ്ന് എന്നുള്ളതൊക്കെ ഒരേ റൂട്ടിൽ നിന്ന് വരുന്ന വാക്കാണ്. അമ്നിൽ നിന്നാണ് ആമന എന്ന വാക്കുണ്ടാകുന്നത്. ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്ന് നമ്മൾ സാധാരണ പറയും. യഥാർത്ഥത്തിൽ ട്രസ്റ്റ് ചെയ്തു എന്നാണ്, അല്ലെങ്കിൽ നിർഭയത്വം പ്രാപിച്ചു എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. അങ്ങനെ വരുമ്പോൾ മുഅ്മിൻ എന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യുന്ന ആളും നിർഭയനാകുന്ന ആളുമാണ്. അള്ളാഹുവിൻ്റെ വിശേഷണമായിട്ട് മൂമിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയും അള്ളാഹുവിൽ ട്രസ്റ്റുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂമിനുകളെന്ന് പറയും. പക്ഷേ അള്ളാഹുവിൻ്റെ ഒരു പേരുമാണ് മൂമിൻ. അള്ളാഹു എങ്ങനെയാണ് മൂമിനാകുന്നത്? നമുക്ക് അഭയം തന്നുകൊണ്ടും നമുക്ക് നിർഭയത്വം തന്നുകൊണ്ടുമാണ് അവൻ മൂമിനാകുന്നത്. നമ്മൾ മൂമിനാകുന്നത് അവനിൽ അഭയം കണ്ടെത്തിക്കൊണ്ടും അവനിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ടും നിർഭയരായിക്കൊണ്ടുമാണ് നമ്മൾ മൂമിനാകുന്നത്. അള്ളാഹുവിലുള്ള ട്രസ്റ്റിൽ എന്തെങ്കിലും ഒരു ളുൽമിനെ ചേർത്ത് കഴിഞ്ഞാൽ അത് അമ്നിനെ ബാധിക്കും, നിർഭയത്വത്തെ ബാധിക്കും. യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ ഈമാനുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സവിശേഷ ഗുണമാണ് നിർഭയത്വം. അവർക്കൊന്നിനെയും പേടിക്കണ്ട. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖവും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഭയവും അവരെ വേട്ടയാടില്ല എന്ന് ഖുർആൻ പല സ്ഥലത്തും പറയുന്നുണ്ട്. ഈമാനിൽ കലർത്തുന്ന ളുൽമിന് ഖുർആനിൽ പല ഉദാഹരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. സൂറ അൽ കഹ്ഫിൽ ഒരു തോട്ടം നൽകിയ വ്യക്തിയുടെ കഥ നമുക്കൊക്കെ അറിയാം. ആ വ്യക്തി വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ കിട്ടിയത്, മാത്രമല്ല ഇതൊക്കെ എക്കാലവും നിൽക്കും എന്നൊക്കെയുള്ള രീതിയിൽ ആ വ്യക്തിയുടെ ധാരണയും അതിനനുസരിച്ചിട്ടുള്ള അഹങ്കാരവുമൊക്കെ ഉണ്ടായപ്പോൾ അയാളുടെ സുഹൃത്ത് പറയുന്നുണ്ട്, ഖാല ലഹു സ്വാഹിബുഹു വഹുവ യുഹാവിർഹു. അയാളോട് സംഭാഷണം നടത്തുമ്പോൾ സുഹൃത്ത് പറഞ്ഞു, ആ കഫർത്ത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ. മണ്ണിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചവനോട് നീ കുഫ്ർ ചെയ്യുകയാണോ, ധിക്കാരം ചെയ്യുകയാണോ, അല്ലെങ്കിൽ നന്ദികേട് കാണിക്കുകയാണോ? പക്ഷേ ആ തോട്ടക്കാരന് അതൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ നേരത്തെ തോട്ടത്തിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വദഖല ജന്നത്തഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി. ളുൽമ് ചെയ്തുകൊണ്ടാണ് അയാൾ പ്രവേശിക്കുന്നത്. അയാളുടെ ളുൽമ് ഖാല മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ. ഇതെല്ലാ കാലം ഉണ്ടാകുന്നുള്ള അയാളുടെ ധാരണ, എൻ്റെ മികവ് കൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്നുള്ള ധാരണ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ളുൽമ്. ശരിക്കും അള്ളാഹുവിൽ നല്ല ട്രസ്റ്റ് ഇല്ലാത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് ആ തോട്ടക്കാരൻ. അവസാനം അയാളുടെ തോട്ടം മുഴുവൻ നിലംപരിശായപ്പോൾ അദ്ദേഹം പറയുന്നതായിട്ട് ഖുർആൻ പറയുന്നു, വയഖൂലു യാ ലൈതനി ലം ഉശിരിക് ബി റബ്ബി അഹദ. ഞാൻ റബ്ബിനോട് ഒന്നിനെയും പങ്കു ചേർത്തില്ലായിരുന്നെങ്കിൽ എന്ന് അയാൾ വിലപിക്കുന്നുണ്ട്. അയാൾ റബ്ബിനോട് പങ്കു ചേർത്തിരിക്കുന്നത് ഏതെങ്കിലും ദൈവത്തെ ഒന്നുമല്ല. അയാൾ പല ധാരണകളിലും അകപ്പെട്ടുപോയി, സ്വന്തം കഴിവിൽ വിശ്വസിച്ചു പോയി, വേറെ എന്തിലൊക്കെയോ ട്രസ്റ്റ് വന്നുപോയി. യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള ട്രസ്റ്റിനോടൊപ്പം ഒന്നിനെയും ചേർക്കാത്ത ആളുകൾ, അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇങ്ങനെ യാതൊരു ളുൽമും യാതൊരു കലർപ്പും ചേരാത്ത ഈമാനുള്ള ആളുകൾക്ക് അവർക്കാണ് അമ്ന്, അവരാണ് സന്മാർഗികൾ. റബ്ബ് സുബ്ഹാനഹു തആല അത്തരം നിർഭയരായ സന്മാർഗികളായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.